സുഹൃത്തുക്കളെ, എൻ്റെ നിലവിലേക്ക് അവരെയും വീണ്ടും ക്ഷണിക്കുകയാണ്. ഇന്ന് നികുതി സമ്പ്രദായങ്ങളെക്കുറിച്ച് എൻ്റെ ചില അഭിപ്രായങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. GST വളരെ വിപ്ലവാത്മകമായ രീതിയിൽ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തിയിരിക്കുന്നു. 3-4 സ്ലാബുണ്ടായിരുന്നത് ഇപ്പോൾ 2 സ്ലാബിലൊതുക്കി. പല ദൈനംദിന ഉപയോഗ സാധനങ്ങൾക്കൊക്കെ നികുതി കുറച്ചു. നല്ല കാര്യം. ഇതിൻ്റെ പ്രാഥമിക പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഈ നികുതി കളക്ഷനൊക്കെ ഇതൊക്കെ ഒരു സംസ്ഥാനത്തിൻ്റെ അധികാര പകുതി പരിമിതിയിൽ വരുന്നതാണ്. അത് ടോട്ടലി കേന്ദ്രം ഏറ്റെടുത്ത് സംസ്ഥാനങ്ങൾക്ക് അതിൻ്റെ വിഹിതം കൊടുക്കുന്ന ഒരു നിലപാട് വന്നതിൻ്റെ പ്രധാന കാരണം സംസ്ഥാന നികുതികൾ ശേഖരിക്കുന്നതിലുള്ള അപാകത. ചില ചെക്ക് പോസ്റ്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അഴിമതിയുടെ കൊടും കൂമ്പാരമായിട്ട് തീർന്നിരിക്കുന്നു. അതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഒരു ഒരു അപജയം എന്നതിനപ്പുറമായിട്ട് ഒരു ജനാധിപത്യ സംവിധാനത്തിലുള്ള ഏറ്റവും വലിയൊരു പോരായ്മ തന്നെയാണ്. ഇത് മിക്ക ഏഷ്യൻ രാജ്യങ്ങളിലും ഇത് ഈ പ്രവണതയുണ്ട്. ചൈനയിലും വളരെയധികം ഇക്കാര്യത്തിൽ അഴിമതി നടക്കുന്നു എന്ന് പറയുന്നു. പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ പോലും അഴിമതിയുടെ പേരിൽ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ചിലരെ തൂക്കിക്കൊല്ലുകയും ചെയ്തു. ഇപ്പം കൊറിയയിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ മന്ത്രിമാരെ രാജിവെക്കേണ്ട അവസ്ഥ വന്നു. പക്ഷേ വികസിത രാജ്യങ്ങളിലും യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ ഇത്തരത്തിലുള്ള അഴിമതി വളരെ കുറവാണെന്നുള്ളതാണ് സത്യം. അപ്പോൾ നികുതി പിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഇപ്പോൾ GST എന്ന് പറയുന്ന നിത്യോപ സാധനങ്ങളുടെ വില സംബന്ധിച്ചുള്ള നികുതിയിൽ ഇളവ് വരുത്തിയിരിക്കുന്നത് പൊതുജനങ്ങളെ സഹായിക്കുമെന്നും അതിനപ്പുറമായിട്ടൊരു വോട്ട് ബാങ്കിൻ്റെ ലക്ഷ്യമൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഒരു രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ളൊരു കാര്യമാണ് നികുതി പിരിവ്. അത് വളരെ എഫിഷ്യൻ്റായിട്ട് നടത്തിയാണ് അമേരിക്ക അടക്കം ഉള്ള പശ്ചിമ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ഒരു വെൽഫെയർ സ്റ്റേറ്റെന്നോ വളരെയധികം സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന രാജ്യങ്ങളെന്നോ അറിയപ്പെടുന്നത്. ഈ പിരിച്ചെടുക്കുന്ന നികുതിയിൽ നല്ലൊരു ഭാഗം ജനക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇപ്പോൾ അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ വീട് വാങ്ങിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഏത് സ്കൂൾ ഡിസ്ട്രിക്റ്റിലാണ് വീടെന്നുള്ളത്. കാരണം അതനുസരിച്ചാണ് സ്കൂളിൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത്. അപ്പോൾ ഈ സ്കൂളിന് ഒക്കെ ഉള്ള ചിലവ് ആക്ച്വലി ആ കൗണ്ടി തന്നെ വഹിക്കണം. അപ്പോൾ അതിൻ്റെ പേരിൽ കൗണ്ടി ടാക്സ് കാര്യമായിട്ട് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഒരു വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ പൊതുവെയുള്ള നികുതിക്ക് പുറമേ ആണ്ടോടാണ്ട് ഈ ടാക്സ് കൊടുക്കണം. ഇത് പ്രാഥമികമായിട്ട് ഉപയോഗിക്കുന്നത് ഈ പറയുന്ന സ്കൂൾ നടത്തിപ്പിനും. അത് മിക്കവാറും എല്ലായിടത്തും അത് സൗജന്യമാണ്. ഭക്ഷണ സൗജന്യമാണ്. അതുപോലെ തന്നെ ഗ്രന്ഥശാലകൾക്കുള്ള സഹായമൊക്കെ ഇതിൽ നിന്നാണ് പോകുന്നത്. ഇവിടെ ഇപ്പോൾ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സമൂഹത്തിലെ പ്രധാന മേഖലകളൊക്കെ അത് അർഹിക്കുന്ന വിധത്തിലുള്ള പ്രാധാന്യം നൽകാത്തതിൻ്റെ പ്രധാന കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം കുറേയൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പലയിടത്തും അത് ശോചനീയ അവസ്ഥയിലാണ്. ഇതിൻ്റെ പ്രധാന കാരണം അവിടത്തേക്ക് പണം എത്തിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ ആകെ ഉള്ള ഒരു പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ഈടാക്കുക എന്നുള്ളത് മാത്രമാണ്. ഇവിടെ മാത്രമാണ് ഇതൊരു മോശക്കാര്യമായിട്ട് ഇന്ത്യ ഒരു അർഹിക്കുന്ന രീതിയിലുള്ളൊരു ലോകശക്തി ആവണമെങ്കിൽ 140 കോടി ജനങ്ങളുള്ള ഒരു നാട്ടിൽ വളരെ മിനിമമായിട്ടുള്ള ഇൻകം ടാക്സ് ആണെന്നുണ്ടെങ്കിലും അത് പിരിച്ചെടുക്കണം. അതാണ് ഇവിടുത്തെ ഒരു വലിയ പ്രോബ്ലം. എനിക്ക് തോന്നുന്നില്ല 10-20-30% കൂടുതൽ ആളുകൾ ഇന്ത്യയിൽ ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ട്. ആ ചിന്താഗതി അങ്ങോട്ട് മാറിയിട്ട് ആക്ച്വലി ഈ സകല ഇന്ത്യൻ പൗരത്വത്തിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ നികുതി അടയ്ക്കുക എന്നുള്ളത് ആക്കി തീർക്കുക. 1 രൂപയെങ്കിലും ഒരാളിൽ ചെയ്യുന്നൊരു കൊല്ലത്തേക്ക് ഈടാക്കുന്നതിൽ എന്താ പ്രയാസം? അത് കളക്ട് ചെയ്യുന്നതിന്
വളരെ എഫിഷ്യൻ്റായിട്ടുള്ള സിസ്റ്റമൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ആധാറുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ മതി. അപ്പോൾ ആധാറും ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് കൊടുക്കാത്ത ആളിനെ ട്രേസ് ചെയ്യാനായിട്ട് വളരെയധികം എളുപ്പമാണ്. ഈ തരത്തിലൊരു ചിന്താഗതി ഉരുത്തിരിയുന്നില്ല. അത് എന്തോ അത് മാറാവുന്ന ഒരു അവസ്ഥാവിശേഷം മാറി മാറി വരുന്ന സർക്കാരുകളിലൊന്നും കാണുന്നുമില്ല. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അപജയം. ഇപ്പോൾ ആ തരത്തിൽ ഇൻകം ടാക്സ് അർഹിക്കുന്ന രീതിയിൽ ഉയർത്തി വന്നു കഴിഞ്ഞാൽ ചൈനയ്ക്ക് ഇത് സാധിക്കില്ല. കാരണം അവിടെ ഈ ഇൻഡിവിജ്വൽ റൈറ്റ്സ് വസ്തുവൊന്നും വാങ്ങിക്കാൻ പോകില്ലല്ലോ. ഇവിടെ അതല്ലല്ലോ അവസ്ഥ. ഇവിടെ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെ പോലെ അമേരിക്കയെ പോലെയുള്ള ജനാധിപത്യ സംവിധാനം ഉള്ളതുകൊണ്ട് കളക്ട് ചെയ്യാവുന്ന ടാക്സ് കോടാനുകോടികളാകും. അതിൽ നിന്ന് വേണം ഒരു രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ബേസിക് അളവുകളുണ്ടാകും. അമേരിക്കയിൽ തന്നെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 55% ട്രഷറിയിലുള്ള വരുമാനം ഇൻഡിവിജ്വൽ ഇൻകം ടാക്സിലാണ്. അതിനപ്പുറമായിട്ട് പിന്നെ കോർപ്പറേറ്റ് ടാക്സൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നികുതിയിൽ നിന്നും മാറി നിൽക്കുക, അതിനെ സമ്പത്തിൻ്റെ ഒരു പ്രധാന ഘടകത്തെ മാറ്റി നിർത്തി വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയുള്ള ഇത്തരത്തിലുള്ള പ്രവണതകൾ ഈ നാടിനെ ഒരു കാലത്തും ഒരു മഹാസാമ്പത്തിക ശക്തിയാക്കി മാറ്റുകയില്ല എന്നുള്ള എൻ്റെ ദുഃഖം നിങ്ങളോട് പങ്കിട്ടുകൊണ്ട് ഈ ആഴ്ചത്തെ എൻ്റെ ജൽപ്പനങ്ങൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.